ഫ്രണ്ട്സിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദാ മോനെ സ്കൂളിൽ പോയി വിളിക്കാനും വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. ഏട്ടനിപ്പോൾ വരിക. അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും റെഡി ആയിട്ടൊക്കെ നിന്നാണ്. ഏട്ടനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ വിളിക്കാൻ പോകാനുള്ള സമയമായിന്. അതിൻ്റെ അത്യാവശ്യം ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലീനിങ്ങും കുക്കിങ്ങും ഒന്നും ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മോനെ സ്കൂളിൽ പോയി വിളിക്കുന്നതല്ലേ, അപ്പോൾ ഡെയിലി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്നേ. അങ്ങനെ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, എന്നാലും എന്നെക്കൊണ്ട് ആവുന്ന അത്രയും വീഡിയോ എടുക്കാം കേട്ടോ. കാരണം ഏട്ടൻ ഓഫീസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചെറിയ ടൈമിൽ നമ്മൾ എന്താ പറയുക പറ്റുന്നത് പോലുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണേ. പിന്നെ മോൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ അത്യാവശ്യം സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ ക്യാമറയൊക്കെ അത്യാവശ്യം ഷെയ്ക്ക് ആവുന്നുണ്ടോ. ക്യാമറയല്ല ഫോണാണ്, അപ്പോൾ അത് നന്നായി ഷെയ്ക്ക് ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. ഞാൻ നേരാവണ്ണം നിന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ തന്നെ ഷെയ്ക്ക് ആവുന്ന ഫോണാണ്. പിന്നെയാണോ ഇങ്ങനെ സ്കൂട്ടിയിലൊക്കെ പോകുമ്പോൾ അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ എന്താ പറയുക ഷെയ്ക്കൊക്കെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ക്യാമ്പിൻ്റെ സൈഡൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ക്യാമ്പിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളൊക്കെ. ഇതും ക്യാമ്പുകളൊക്കെ തന്നെയാട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിയവും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് എന്താ പറയുക BSF ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എയ്റോപ്ലെയിൻ ഉണ്ട്. അതുപോലെ പണ്ടൊക്കെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് BSFനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വണ്ടികളുടെയൊക്കെ ഒരു മോഡലും കാര്യങ്ങളും, അതുപോലെ എന്താ പറയുക ഈ തെക്കമ്പൂർ ക്യാമ്പിൻ്റെയൊക്കെ ഒരു മോഡല് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും പുറത്തൊക്കെ പോയി നോക്കിയിട്ടുണ്ട്, അകത്തൊന്നും പോയി കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഏട്ടോ ഓഫീസിൻ്റെ ഇടയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഏട്ടനെ ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടാവില്ല, കാരണം എന്താ പറയുക ഏട്ടൻ ബിസി ആയിട്ടിരിക്കുന്നൊരു ടൈമിലാണല്ലോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ചുറ്റുമുള്ള ആ ജയില്, അതുപോലെ അവിടെ ഒരു കീർ ബാബയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദൈവമാണത്, എനിക്കറിയില്ല ആ ഒരു ദൈവത്തിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നതാണ് കീർ ബാബ എന്നൊക്കെ. എനിക്ക് അറിയില്ല കേട്ടോ ആ ഒരു ദൈവത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ BSF സ്കൂളേ. വലിയ സ്കൂളൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം ഈ ഒരു കാണുന്ന ആ ഒരു ഇത്രയും സ്പേസ് തന്നെ ഉള്ളൂ. ഉള്ളോട്ടൊന്നും അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കാണിക്കാൻ. പിന്നെ സ്കൂളിനകത്തൊന്നും കയറിയിട്ട് വീഡിയോ എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി നടന്നിട്ട് വീഡിയോ എടുക്കുകയായിരുന്നു ചെയ്തത്. ചെറുതായിട്ടൊരു വീഡിയോ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കും. അതുപോലെ അവന് ജലദോഷം ആയത് കാരണം കുളിപ്പിച്ചൊന്നുമില്ല കേട്ടോ, രാവിലെ കുളിപ്പിച്ചിട്ടാണ് വിട്ടത്. അപ്പോൾ വന്നപ്പം കൈയും കാലും മുഖം കഴിപ്പിച്ചിട്ട് അവന് പാലും ബിസ്ക്കറ്റും ഓട്ടോ കൊടുത്തു. പക്ഷെ അവൻ പാലൊന്നും കുടിച്ചില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ പിന്നെ പഴമാണ് കഴിച്ചത്. പാലെന്താണെന്ന് അറിയില്ല, അവന് ഇടയ്ക്ക് ഇഷ്ടമാണ് കുടിക്കാൻ. പിള്ളേരൊക്കെ കുടിക്കുന്ന കാണുമ്പോൾ അവനും മേടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചില സമയത്തൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കുടിക്കുകയൊന്നുമില്ല കേട്ടോ. അവന് ഞാൻ ടിഫിൻ ബോക്സിൽ ഭക്ഷണമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ ഞാൻ അവൻ ആ ബിസ്ക്കറ്റും കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ, പക്ഷെ അവൻ അതൊന്നും കഴിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബുക്കൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുകയാണ്, എന്തൊക്കെയാണ് മാമെന്ന് പഠിപ്പിച്ചതെന്നൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. കാരണം അവൻ അങ്ങനെ പറയുമൊന്നുമില്ല കേട്ടോ, എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്ന് അങ്ങനെ കാര്യമായിട്ട് പറയുമൊന്നുമില്ല. അങ്ങനെ പറയാതിരിക്കുകയൊന്നുമില്ല, എന്നാലും അവൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഏട്ടന് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് സംഭാരമൊക്കെ ഇങ്ങനെ കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഏട്ടൻ പോയിട്ടില്ല കേട്ടോ, ഏട്ടൻ ഇവിടെ ഉണ്ട്. മുഖമൊക്കെ കഴുകിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇരിക്കും കേട്ടോ. അതിൻ്റെ ഇടയും കൂടെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ മേടിച്ചു കേട്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ വണ്ടി ഇങ്ങനെ എല്ലാ ദിവസവും വരുന്നതുകൊണ്ടൊക്കെ ഒരു സമാധാനമൊക്കെ ഉണ്ട് നമുക്ക്. എന്താ പറയുക നല്ല വെള്ളമൊക്കെ മേടിച്ച് കുടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇല്ലേ നമ്മൾ പെട്ടുപോയെന്നെ. പിന്നെ എൻ്റെ ചെടികളൊക്കെ എന്താ പറയുക നല്ല ഇതായിട്ടായിട്ടോ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കേടൊന്നും വന്നിട്ടില്ല. എൻ്റെ 10 മണി മാത്രം കേട്ടോ കേട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. നല്ല കളറായിട്ടുള്ളൊരു 10 മണിയാണ്, ഒരു പിങ്ക് ഷെയ്ഡൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു എന്താ പറയുക ഡാർക്ക് പിങ്ക് അല്ല, ഒരു ലൈറ്റ് പിങ്ക്, ഒരു ഓറഞ്ചും അല്ല പിങ്കും അല്ല, നല്ലൊരു ഫ്ലവർ ആയിരുന്നു കേട്ടോ അതിനകത്ത് വരിക. എനിക്ക് ഇഷ്ടമായിരുന്നേ. പക്ഷേ എന്താ ചെയ്യുക, അതൊക്കെ കേടുവന്ന് പോയിട്ടുണ്ട്. ഓരോരുത്തർ അവരവരുടെ മക്കളെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം കളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. കളിക്കാനൊക്കെ പോയി വരുമ്പോഴേക്കും പിന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായപ്പം ഞാൻ പിന്നെ ഭക്ഷണമൊക്കെ വിളമ്പി തുടങ്ങി കേട്ടോ. ചോറും അതുപോലെ ബീൻസിൻ്റെ ഉപ്പേരിയും അതുപോലെ ഒരു ചെറിയൊരു സാമ്പാറേ. ഇത് ഞാൻ ഇന്ന് വെച്ച സാമ്പാർ കേട്ടോ. ഞാൻ ഇന്നലെയും സാമ്പാർ തന്നെയാണ് വെച്ചത്, ഇന്നും ഞാൻ സാമ്പാർ തന്നെ വെച്ച്. കാരണം എൻ്റെ കയ്യിൽ ലോക്കി മാത്രം ഉണ്ടായിരുന്നില്ലേ പച്ചക്കറി ആയിട്ട്. അപ്പോൾ കറി വെക്കാനുള്ള പച്ചക്കറി ആയിട്ട് ലോക്കി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സാമ്പാർ തന്നെയായിരുന്നു കേട്ടോ വെച്ചത്. നീ അത് അടച്ചു വെക്ക് മോനെ, ഫ്രിഡ്ജ് അടച്ചു വെക്ക്, ഡോർ അടച്ചു വെക്ക്. ഇംഗ്ലീഷ് ഇല്ലേ
ഇംഗ്ലീഷ് പറഞ്ഞാലേ അതായത്. താങ്ക് യു. ഞാൻ ചോറ് വിളമ്പിയിട്ട് പോയപ്പോഴാട്ടോ മോൻ പറഞ്ഞു അമ്മ എനിക്ക് മാഗി മതിയെന്ന്. 2-3 വായി ചോറ് കൊടുത്തു. പക്ഷെ അവന് ചോറും കറികളൊന്നും കാര്യമായിട്ട് ഇഷ്ടമായില്ല. അവന് ഇഷ്ടപ്പെട്ട കറികളൊന്നും ആയിരുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു അവന് മാഗി വേണമെന്നേ. വെള്ളതമാണ് ഇത്. വേറെ അതാണ് എൻ്റെ സബ്സ്ക്രൈബ് ചാനൽസ് ആണ്. ഇതാണ് പിന്നെ സബ്സ്ക്രൈബ് ചാനൽസ് ഇല്ലേ, അതാണ് എനിക്ക് ചെയ്യുന്നത്. താങ്ക് യു. ഇതൊക്കെ അവൻ്റെ വെറും പ്രഹസനമാട്ടോ. ഞാൻ മാഗി ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ അതുപോലെ വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ വെറും പ്രഹസനമാണ്. അവനിത് ആ മിഠായിയൊക്കെ കൊണ്ടുവന്ന് എടുത്തു വെച്ച് നോക്കുവാണ്. ഇത് ഇന്നലെ ഏട്ടന് ആരോ പട്ടാൾക്കാരോ ലീവിന് പോയിട്ട് വന്ന സമയത്ത് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരോ കൊണ്ടുവന്ന് കൊടുത്താണ് ഈ മിഠായി. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്താണ്. അപ്പോൾ ഏട്ടത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മിഠായി കൊണ്ടുവരാറുണ്ട്. നമ്മളും അതുപോലെ തന്നെയാണ്. നമ്മൾ നാട്ടിൽ പോയി വരുമ്പം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സാധനം ഇവിടെയുള്ളവർക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ മാഗിയൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ 2 സ്പൂൺ അവൻ അറിയാതെ എടുത്ത് കഴിക്കുവാണ്. അവൻ്റെ മുന്നിൽ ഈ പ്ലേറ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലേ പിന്നെ അവൻ എന്നെ ഈ പ്ലേറ്റ് ഒന്ന് തൊടാൻ പോലും സമ്മതിക്കില്ല. അവൻ എന്താ പറയുക, അവൻ ഒറ്റയ്ക്ക് കഴിക്കാൻ പറയേ. ബാക്കിയുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ വാരി കൊടുക്കണം കേട്ടോ. പക്ഷേ മാഗി കഴിക്കാൻ എനിക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല എന്നുള്ള രീതിയിലാട്ടോ അവൻ കഴിക്കുക. അവൻ സ്വന്തമായി ഇരുന്ന് കഴിക്കാമെന്ന് പറയേ. ഇവർക്ക് ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഇതാട്ടോ അവസ്ഥ. ഇവർക്ക് പുറത്തുനിന്നൊക്കെ മേടിച്ച് എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ ഇവരൊക്കെ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. ഏട്ടനാണെങ്കിലും അതെ, മോനാണെങ്കിലും അതെ. ഇവർക്ക് പുറത്തത്തെ ഭക്ഷണമൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എല്ലാ ഭക്ഷണവും ഇഷ്ടമല്ല, എന്നാലും അവർ പുറത്തത്തെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന അത്രയും വീട്ടിലത്തെ ഭക്ഷണം അവർക്ക് ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിലാട്ടോ ചില സമയത്തൊക്കെ എന്നോട് കാണിക്കുക. മാഗി കിട്ടിയപ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷം കാരണം അവൻ കിടന്നും മലർന്നും ഒക്കെ കിടന്നിട്ടൊക്കെയാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവൻ ടി വിയൊക്കെ നോക്കിയിട്ടാട്ടോ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ടി വിയൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ചാലേ അവൻ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ ബായ്.